ശബരിമല സന്നിധാനത്ത് നിരത്തിവെച്ചിരുന്ന കാണിക്ക പണം എണ്ണിത്തുടങ്ങി. ഏകദേശം 18 കോടി രൂപയുടെ നാണയങ്ങളാണ് എണ്ണുവാൻ ഉള്ളതെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ. 600-ലധികം ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് സന്നിധാനത്ത് തങ്ങി നാണയം എണ്ണുന്നത്. നാണയങ്ങൾ, സ്വർണം, വെള്ളി, അരി എന്നിവ കൂടിക്കലർന്ന നിലയിലാണ് ഭണ്ഡാരങ്ങളിൽ നിന്നും ലഭിച്ചത്. ഈ വലിയ കൂനകളിൽ നിന്നും നാണയങ്ങൾ വേർതിരിച്ചെടുക്കുന്ന ജോലിയാണ് ആദ്യഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. വേർതിരിച്ചെടുക്കുന്ന നാണയങ്ങൾ പഴയ ഭണ്ഡാരം, പുതിയ ഭണ്ഡാരം, അന്നദാന മണ്ഡപം എന്നിവിടങ്ങളിൽ വെച്ചാണ് എണ്ണി തിട്ടപ്പെടുത്തുന്നത്. നാണയങ്ങൾ എണ്ണുന്നതിന് യന്ത്രങ്ങളുണ്ടെങ്കിലും സമീപകാലത്തുണ്ടായ നാണയങ്ങളുടെ വലിപ്പ വ്യത്യാസം കാരണം യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 600 പേരാണ് നാണയം എണ്ണാൻ സന്നിധാനത്തുള്ളത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സന്നിധാനം ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടില്ലാത്തവരാണ് പുതിയതായി എത്തിയവർ. നാണയങ്ങൾ എണ്ണുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിയുമെന്ന് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അറിയിച്ചിരുന്നുവെങ്കിലും ദേവസ്വം ബോർഡ് അധികൃതർ ആദ്യഘട്ട ചർച്ച നടത്തിയതിനു ശേഷം പിന്മാറി. അടുത്ത മാസ പൂജയ്ക്ക് നട തുറക്കുന്നതിന് മുൻപ് നാണയങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യത വിരളമാണ്. നടയ്ക്ക് സമർപ്പിച്ച വെള്ളി ആഭരണങ്ങൾ, വിളക്കുകൾ എന്നിവയുടെ കണക്കെടുപ്പ് ഇനിയും തുടങ്ങിയിട്ടില്ല. കൂടുതൽ ജീവനക്കാർ എത്തിയതോടെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സന്നിധാനത്തെ ആശുപത്രിയും പ്രവർത്തിച്ചു തുടങ്ങി. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.